Hi dears, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് റാസൽഖൈമ ജബൽ ജയ്സിക്കാണ് കേട്ടോ ചൂടാനായിട്ട്. ടെൻ്റൊക്കെ ആയിട്ട് കേട്ടോ പോകണം. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുക, അങ്ങനെ ഒരു പ്ലാനിലാണ്. മുൻപ് ഇതുപോലെ ചൂടാനായിട്ട് ചിക്കനും ടെൻ്റൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ എത്തി ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. കൊണ്ടുപോയ ടെൻറ്റ് പോലെ അന്ന് കാറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചില്ല കേട്ടോ. ആ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടായിരുന്നു ജനുവരി ലാസ്റ്റ് ആയിട്ട് പോയത്. അപ്പോൾ എന്തായാലും നാളെ ഒന്ന് ചൂടാൻ പോകാൻ വിചാരിച്ചേക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചിക്കനും ഫിഷൊക്കെ വാങ്ങിക്കാൻ വന്നേക്കാണ്. ചിക്കൻ ആദ്യം തന്നെ വാങ്ങിച്ചു വെച്ചു കേട്ടോ. ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി ഫിഷ് മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ദുബായിലെ ഫിഷ് മാർക്കറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ കാണാം കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ മീൻ തട്ടിലൊന്നും ഇതുവരെ കാണാത്ത ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് വരെ നമുക്ക് ഡൗട്ട് തോന്നും കേട്ടോ. അതുപോലത്തെ മീനുകളാണ്. അപ്പോൾ രാത്രി ഒരു 11 മണി കഴിഞ്ഞ നേരത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് മീൻ കൊണ്ട് ഇറക്കണ ഒരു സമയമാണ് കേട്ടോ. നമുക്ക് നല്ല മീൻ വാങ്ങിക്കാൻ പറ്റും. ഞങ്ങളിന്ന് ഈ ഒരു സമയത്താണ് കേട്ടോ വന്നത്. അപ്പോൾ അതേ വന്ന് ആദ്യം തന്നെ ചെമ്മീനൊക്കെ നോക്കി. കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റികളുണ്ട്. ചുടാനായിട്ട് 2 സീബ്രീം ആട്ട് വാങ്ങിച്ച്, പിന്നെ നമുക്ക് ആവശ്യത്തിന് വേറെ കുറച്ച് മീനുകൾ വാങ്ങിച്ചു. ചേട്ടൻ എല്ലാം കൂടി ഇതേ ട്രോളിയിൽ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാറിലൊരു തെർമാക്കോളിൻ്റെ ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൂടി അതിൽ വെച്ച് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ലല്ലോ. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ ഇതൊക്കെ ഒന്ന് മസാല തേക്കണ നേരത്ത്. രാവിലെ തന്നെ പണി തുടങ്ങി കേട്ടോ. ചിക്കൻ മസാല വെച്ച് കൊണ്ടുപോകുന്നത് ഞാനാണ്. ഫിഷ് അവരവിടെ മിന്നു റൂമിൽ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു റെഡ് ചിക്കൻ റെഡിയാക്കാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെ ലാസ്റ്റാണ് ഒരു ഗ്രീൻ ചിക്കനും കൂടി ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. ഈ മസാലയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതേ റെഡാണ് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി, മല്ലിയില, പുതിനയില, ചെറിയുള്ളി സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. സംഭവം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ, ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി നോക്കിയിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു പേസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് മേത്തി ലീസ് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. റെഡിയാക്കി വെച്ചേക്കണ മസാലയ്ക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ചെറുനാരങ്ങ ഒഴിച്ച് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെല്ലാം കൂടി വെക്കാം കേട്ടോ. ഒരു കയ്യിലിങ്ങനെ ഫോണും പിടിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ മസാല തേക്കുന്നതൊന്നും. അങ്ങനെ അതേ മസാലയൊക്കെ തേച്ച് പിന്നെ അതേ ഇതുപോലെ അടച്ച് ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഇനി അടുത്തത് നമുക്ക് ഗ്രീൻ ചിക്കനിക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടി ഇതേ പുതിനയില, മല്ലിയില, കുരുമുളക്, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇതേ ഇതുപോലെ ഒന്നൊരു ഗ്രീൻ മസാലയാക്കി എടുക്കുക. എന്നിട്ട് എല്ലാം ചിക്കനിലേക്ക് തേച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അതും നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ചിക്കനൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴാട്ടോ വിചാരിച്ചേ കുറച്ച് ചെമ്മീനും കൂടി എടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മസാല തേച്ച് ഒരു സ്റ്റിക്കിലാക്കിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ അത് അടിപൊളിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം കുറച്ച് ചെമ്മീനും കൂടി എടുത്ത് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ എനിക്കറിയണ പോലെ ഒരു മസാലയൊക്കെ തേച്ച് അതും വെച്ചിട്ടുണ്ട്. കൂടി ഇരിക്കുന്നത് ഒരു സോസാണ് കേട്ടോ. നമ്മുടെ ആ റെഡ് ചിക്കൻ റെഡിയായി വരുന്ന ചുട്ട് റെഡിയായി വരുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാനുള്ളൊരു സോസാണ്. അതുണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പും പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീരും ഉപ്പും കുറച്ച് ചൊറുക്കൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാശ്മീരി ചില്ലി പേസ്റ്റാണ് കേട്ടോ ആ ഒരു സോസിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ അതെല്ലാം കൂടി ഇതേ റെഡിയാക്കി നമ്മൾ ബോക്സുകളാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. എങ്കിൽ പോണ സമയത്ത് കൊണ്ടുപോകാം കേട്ടോ.
രാത്രി ഒരു 7 മണി ഇപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു കേട്ടോ. ചിക്കനും സാധനങ്ങളൊക്കെ ചേട്ടൻ വേഗം കൊണ്ട് വണ്ടിയിൽ വെച്ചു. പിന്നെ ടെൻറ്റൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. ഒരു 7 മണി കഴിഞ്ഞപ്പോഴേക്കും പോണ വഴിക്ക് ഒരു കടയിലൊന്ന് കയറാനുണ്ടായിരുന്നു. നമുക്ക് ലേറ്റ് ഇല്ല കേട്ടോ, നമ്മൾ ലേറ്റ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി കയറിയേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി കേട്ടോ. കാറിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചു. റാസൽ ഗെയിമൊക്കെ ആകുമ്പോൾ കുറച്ച് അധികം ദൂരം ഉണ്ട് കേട്ടോ. നമുക്ക് ദുബായിൽ നിന്ന് ഒരു മണിക്കൂർ, ഒരു 2 മണിക്കൂർ അടുത്ത് എന്തായാലും വരും കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് ചിപ്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. റാസൽ ഗെയിമ ജബൽ ജയ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടോ. വന്നപ്പോൾ തന്നെ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഷീറ്റൊക്കെ അടിച്ച് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടോ. വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഡൗട്ടായിട്ടോ, ഇനി ഇവിടെ ചൂടാൻ പാടോ, ആരും ഇല്ല കേട്ടോ ഈ ഒരു ഏരിയയിലൊന്നും. പിന്നെ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വേഗം അവിടെ തന്നെ നിർത്തി. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചൂടാം, ഇങ്ങനെ താഴത്തൊന്നും ചൂടാൻ പാടില്ല. അവരവിടെ ഇങ്ങനെ ഓരോ സ്റ്റാൻഡ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ തട്ടായിട്ട്. ഞങ്ങളാണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാൻഡൊക്കെ. അപ്പോൾ പിന്നെ വേഗം അതൊക്കെ അവിടെ വെച്ചു. പിന്നെ അതേ നമ്മൾ ചെയറും സാധനങ്ങളൊക്കെ വേഗം വണ്ടിയിൽ നിന്ന് ഇറക്കി കേട്ടോ. കാരണം നമ്മൾ ചൂടാനായിട്ട് ഇവിടെ സ്റ്റേ അടിക്കാൻ മുകളിലേക്ക് പോവാ ടെൻറ്റും കൊണ്ട്, അങ്ങനെ ഒരു പ്ലാനിലാണ് കേട്ടോ. വേഗം തന്നെ ചൂടൽ തുടങ്ങി. ഇപ്രാവശ്യം കുറേ നേരം അങ്ങനെ വീശേണ്ടി ഒന്നും വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. പുതിയ സ്റ്റാൻഡൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടായിട്ടോ, ഇനിയിപ്പോൾ സംഭവം റെഡി ആവാൻ സമയം എടുക്കുമോ. പക്ഷേ ചാർക്കോളൊക്കെ കത്തിച്ച് വേഗം കനലായിട്ടോ. കുറച്ച് നേരം വീശിയപ്പോഴേക്കും പെട്ടെന്ന് ആവുമായിരുന്നു കേട്ടോ ഓരോ സംഭവം. അപ്പോൾ ആദ്യം തന്നെ ചിക്കനൊക്കെ വെച്ചു. ചിക്കൻ വെച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഫിഷ് വെച്ചത്. ഫിഷിന് പിന്നെ കുറച്ച് സമയം മതിയല്ലോ. അപ്പോൾ ചിക്കനൊക്കെ പിന്നെ വേഗം റെഡിയായി കിട്ടിയിട്ടോ. ചിക്കനൊക്കെ പകുതി കുക്കായി ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഈ റെഡിയാക്കി ഉണർന്ന സോസ് തേച്ച് കൊടുക്കുക. പെട്ടെന്ന് പറയുന്ന റെഡി ആയി തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ, ഇന്ന് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ ചുടാൻ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ നിന്ന് വീശണം കേട്ടോ. നമ്മൾ കുറേ നേരം വീശി നമുക്ക് തന്നെ വയ്യാണ്ടാവും. ഇപ്രാവശ്യം എന്തോ വേഗം സംഭവമൊക്കെ ആയി. കണ്ടില്ലേ, നല്ല കനലൊക്കെ ഉണ്ട് കേട്ടോ.
ആദ്യമൊക്കെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞപ്പോൾ കഴിച്ചു നോക്കി കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പതുക്കെ കഴിച്ചു തുടങ്ങി സൈഡിൽ കൂടെ. ലാസ്റ്റായിട്ട് പിന്നെ ഫിഷ് വെച്ചു കേട്ടോ. 2 ഫിഷും വെച്ച് പിന്നെ നമ്മൾ കൊണ്ടുവന്ന ചെമ്മീൻ വേഗം ആ ഒരു സ്റ്റിക്കൊക്കെ എടുത്ത് അതിലിങ്ങനെ കോർത്തിട്ട് വേഗം അതും വെച്ചു കേട്ടോ. ചെമ്മീനും ഫിഷൊക്കെ പിന്നെ വേഗം റെഡിയായി കിട്ടിയിട്ടോ. ഈ ഒരു ഫിഷൊന്നും കരിഞ്ഞതല്ല കേട്ടോ. നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു മസാല ഇങ്ങനെ മുകളിൽ നിന്നിട്ട് അതൊന്ന് കരിഞ്ഞതാണ് കേട്ടോ. നമുക്ക് ഉൾഭാഗം ഒന്നും അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. കൊണ്ടുവന്ന ഗ്രീൻ ചിക്കൻ ആട്ടോ ലാസ്റ്റ് വെച്ച് കൊടുത്തേ. അപ്പോഴേക്കും പിന്നെ നല്ല ചൂടായിട്ടോ. വെക്കുന്നതേ കണ്ടുള്ളൂ അപ്പോഴേക്ക് നമുക്ക് സംഭവം റെഡിയായി കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കാനുള്ള ആ ഒരു സമയമായിട്ടോ. എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഓരോന്നോരോന്നെടുത്ത് ഓരോ ബോക്സുകൾ ക്ലീൻ ചെയ്ത് വേഗം തന്നെ അതിലേക്ക് എല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടാണ് കേട്ടോ കഴിച്ചു തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ പതുക്കെ ഓരോന്നെടുത്ത് കഴിച്ചു തുടങ്ങാം. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് ജബൽ ജയ്സ് ടോപ്പിൽ പോയിട്ട് വേണം ടെൻറ്റ് അടിക്കാൻ വേണ്ടി. അപ്പം ഇനി എവിടെ ടെൻറ്റ് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ ലേറ്റുള്ള സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ കുറച്ച് ഇരുട്ടായിട്ട് അങ്ങനെ ഒരു സ്ഥലം നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കാണെങ്കിൽ അടുത്ത ആരെങ്കിലും വേണം, അന്ന് ഒരുപാട് വെളിച്ചവും പാടില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ നോക്കിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടി. 2 ഫാമിലി ഉണ്ട് കേട്ടോ. അവർ ഇങ്ങനെ ടെൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കാറിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഇറക്കി കേട്ടോ. ടെൻറ്റ് ഇവിടെ വന്നിട്ടാണ് കേട്ടോ. അന്ന് വാങ്ങിച്ചു വെച്ചതാണ് സംഭവം. ദേ ഇപ്പോഴാണ് കേട്ടോ നിവർത്തുന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന ടെൻറ്റാണ് കേട്ടോ ആദ്യം തന്നെ വെച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അവർ കൊണ്ടുവന്ന ടെൻറ്റ് നിവർത്തി വെച്ചു. ഒരു കുട പോലത്തെ ടൈപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞ് ടെൻറ്റൊക്കെ വിരിച്ച് കിടന്നു കഴിഞ്ഞപ്പോഴാട്ടോ മനസ്സിലായ സംഭവം നിറച്ച കല്ലാട്ടോ താഴത്ത്. നമ്മളൊരു മാറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു. എന്നിട്ടും കല്ല് കുത്താട്ടോ മേലൊക്കെ. അത് കഴിഞ്ഞിട്ടൊരു സ്ലീപ്പിംഗ് ബാഗ് കൂടി വിരിച്ചിട്ടാണ് കേട്ടോ അകത്ത് കിടന്നത്. ഞങ്ങൾ ടെൻ്റ് അടിച്ചതിൻ്റെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ അടുത്ത് ബാത്റൂമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ എണീറ്റ് അവിടേക്ക് വന്ന് ഇങ്ങനെ നമുക്ക് ഇവിടെയുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഈ ഒരു 6 മണി കഴിഞ്ഞ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാട്ടോ മനസ്സിലായത് റാസൽ ഖൈമ ജബൽ ജയ്സ് ഒക്കെ വരുമ്പോൾ ഈ ഒരു സമയത്ത് വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. എപ്പോഴും അങ്ങനെ വൈകിട്ട് വരും ആ ഒരു രാത്രിത്തെ ആ ഒരു വ്യൂ ആണ് കേട്ടോ കൂടുതൽ കിട്ടാറ്. ഈ ഒരു സമയത്ത് ഇവിടേക്ക് വരണം കേട്ടോ ഇവിടുത്തെ ആ ഒരു ഭംഗി കാണണമെങ്കിൽ.
ഞങ്ങൾ ടെൻ്റ് അടിച്ചതിൻ്റെ തൊട്ട് താഴേക്കുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. രാത്രിയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് ചോദിച്ചാൽ കൊണ്ടുവന്ന ടെൻറ്റൊക്കെ കൊണ്ടുവന്ന പോലെ തന്നെ മടക്കി അതുപോലെ എടുത്ത് വെക്കണം. അതാണ് കേട്ടോ ഇനി അടുത്ത പണി. ഞങ്ങൾ എങ്ങനെ നോക്കിയിട്ട് ടെൻറ്റ് ഞങ്ങൾക്ക് തിരിച്ച് മടക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. പിന്നെ അടുത്ത ടെൻ്റ് അടിച്ചിരുന്ന ഒരു ഫാമിലി വന്നിട്ടാട്ടോ ഞങ്ങൾക്കൊന്ന് ടെൻ്റൊക്കെ മടക്കി റെഡിയാക്കി തന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി കേട്ടോ, എല്ലാം പാക്ക് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.